ഹലോ, വെൽക്കം ടു ജേണി ടുഗദർ. ഇന്ന് ഊട്ടിയിലായിട്ടുള്ള ട്രിപ്പിലാണ്. അപ്പോൾ ഇ വിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പാലക്കാട് നിന്ന് ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കാറ്. നേരം വീട്ടിൽ പോകാൻ ചാർജിങ് സ്റ്റേഷൻ ഫസ്റ്റ് ടൈമാണ് ഇ വി ഉണ്ട്. ഇപ്പോൾ പാലക്കാട് നിന്ന് 99% ആയി. പിന്നെയും മേട്ടുപ്പാളയത്തിൽ ബാക്കി 54% ഉണ്ട്. മേട്ടുപ്പാളയം ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. വ്യൂ ഇവിടെ നിന്ന് ഒരു 55 കിലോമീറ്റേഴ്സ് നിയർലി ഊട്ടിക്ക്. ആപ്ലിക്കേഷൻ വന്നിട്ട് സ്റ്റാറ്റിക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഊട്ടിയിൽ നിന്ന് ചാർജ് ചെയ്യും. അല്ലേ അല്ലേ? യെസ്. മേട്ടുപ്പാളയത്തിൽ നിന്ന് ഇപ്പോൾ ഫുള്ളാക്കി 100% ചാർജ് ചെയ്തു. ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ചുരം കയറുമ്പോൾ നന്നായിട്ട് കുറയുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന റൂമിലേക്ക് ഇപ്പോൾ ഒരു 38 കിലോമീറ്റേഴ്സ് ഉള്ളൂ ഇവിടുന്ന്. ഹലോ, ഇത് ഞങ്ങൾ ഊട്ടിയിലെ സെക്കൻഡ് ഡേ ആണ്. ഇത് 50 കിലോ വാട്ടിൻ്റെ ചാർജറാണ്. ടാറ്റ പവറിൻ്റെ ഇസെറ്റ് ചാർജ് 55% ഉണ്ടായിരുന്നു ഓൾറെഡി കാറിൽ. എന്നാലും ഫുള്ളാക്കി വെക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ ഇന്നത്തെ കറക്കം കൂടിയാകുമ്പോൾ ഏകദേശം തീരും. ഇനിയിപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. കഴിഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങുള്ളൂ. ഇവിടെ നിന്ന് ഇനി ഡയറക്റ്റ് ഞങ്ങൾ ഗൂഡല്ലൂരിലെ ടി എസ്റ്റേറ്റിലേക്ക് പോകാനാണ് പ്ലാൻ. അവിടെ 2 ദിവസം സ്റ്റേ ഉണ്ട്. റേഞ്ച് ഡീറ്റെയിലും പറയാം. ഇനി ആരെങ്കിലും ഇ വി വെഹിക്കിളായിട്ട് ഊട്ടിയിൽ വരികയാണെങ്കിൽ ഇവിടെ താജ് സവോയിലുണ്ട് ചാർജർ, ടാറ്റ പവറിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് 50 കിലോ വാട്ട്. ഓക്കെ. ഫുള്ളാക്കി ഇറങ്ങിയിട്ട് ഇപ്പോഴും 98 ഉണ്ട്. 45 കിലോമീറ്റേഴ്സ് ഓടി. ഇനി നമ്മൾ ടി എസ്റ്റേറ്റിലേക്ക് എത്ര ഉണ്ട്? 16 കിലോമീറ്റേഴ്സ്. ഡൗൺ ഹില്ലായതുകൊണ്ട് റീജൻ നന്നായിട്ട് വർക്കാവും. We are heading to our tea estate from Ooty. എത്ര ബാലൻസ്? 92%. എത്ര കിലോമീറ്റർ ഓടി? 60 കിലോമീറ്റേഴ്സ്. ഇവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആ കാണുന്ന ടീ പ്ലാന്റേഷൻ, അത് കഴിഞ്ഞ് ചൗചൗവിൻ്റെ കൃഷി, ബാക്കിൽ കാണുന്ന വാഴത്തോട്ടം, ഇങ്ങനെ ഏരിയയാണ്. രാവിലെ ഒക്കെ ആകുമ്പോൾ നല്ല മഞ്ഞും നല്ല രസം. റൂഹി വരുന്നുണ്ട്. ചൗചൗ തോട്ടത്തിലേക്ക് റൂഹി വരുന്നു. ഇതാ ഈ കാണുന്നതാണ് ചൗചൗ. ഇതാണ് ചൗചൗ. ഇതെന്താ കുറച്ച് ചെറിയ ചൗചൗ ആണ് അല്ലേ? ഇത് എന്തിനു യൂസ് ചെയ്യണതാണ്? പറഞ്ഞു കൊടുക്കും. എവിടൊക്കെ പോയി? ഫസ്റ്റ് പാലക്കാട്
പാലക്കാട് ടു കോയമ്പത്തൂർ ടു അല്ല മേട്ടുപാളയത്തിൽ നിന്ന് ഫസ്റ്റ് റീചാർജ് ചെയ്തു അല്ലേ. അവിടുന്ന് റീചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ചെയ്തത് ഊട്ടിയിലെത്തിയിട്ട് അവിടെ ടാറ്റ പവറിൻ്റെ ചാർജ് ശേഷമാണ് ചാർജ് ചെയ്തത്. പിന്നെ ചാർജ് ചെയ്തിട്ടില്ല. ഊട്ടിയിൽ നിന്ന് 100% ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ഗൂഡല്ലൂർ പോയി. ഗൂഡല്ലൂരിൽ നിന്ന് നമ്മൾ അങ്ങനെ നമ്മൾ ടി എസ്റ്റേറ്റിൽ നിന്ന് പിന്നെ തിരിച്ച് വഴിക്കടവ് വഴി നിലമ്പൂര്, മേലാറ്റൂര്, മണ്ണാർക്കാട്, പാലക്കാട് തിരിച്ചെത്തി. അപ്പോൾ ടോട്ടൽ ആകെ നമ്മൾ കോസ്റ്റ് വന്നത് 1100 ആണ്. ഇതേ ഇത് നമ്മൾ ഹാരിയറിൽ പോവുകയാണെങ്കിൽ 4000 റുപ്പീസ് ഡീസൽ പഠിക്കുന്നത്. അപ്പോൾ എത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നോക്കും അല്ലേ. ഇ വി കൊണ്ട് ഹിൽ സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അതൊന്നുമില്ല. നമ്മൾ സിമ്പിളായിട്ട് പോയി വന്നു. പ്ലാനിങ് വേണമെന്നുള്ളൂ. അതിന് ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്. കാര്യങ്ങൾ ഫ്ലെക്സ് ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് അറിയാൻ പറ്റും എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, എത്ര കിലോമീറ്ററിലാണ്. അതിൽ